അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന ഗാനം ലോകപ്രശസ്ത ഗായകനായ ഫിൽ കോളിൻസ് എഴുതിയതാണ്. ഫിൽ കോളിൻസ് ഒരു പ്രശസ്ത ബ്രിട്ടീഷ് ഗായകനും കർത്താവും നിരവധി ഹിറ്റുകൾ നൽകിയ ഒരു സംഗീതജ്ഞനുമാണ്. ഈ പാട്ട് 1989 പുറത്തിറങ്ങി. ഇതിന്റെ പ്രധാന സന്ദേശം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ ശ്രദ്ധിക്കണമെന്നും അവരുടെ ജീവിതത്തെ മനസ്സിലാക്കി അവർക്ക് സഹായം ചെയ്തു കൊടുക്കണം എന്നുമുള്ളതാണ്. ഇനി നമുക്ക് പാട്ടിന്റെ വരികൾ വായിച്ച് അതിന്റെ അർത്ഥം വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. Another Day in Paradise by Phil Collins. She calls out to the man on the street, "Sir, can you help me? It's cold and I have nowhere to sleep. Is there somewhere you can tell me?" He walks on, doesn't look back. He pretends he can't hear her, starts to whistle as he crosses the street, seems embarrassed to be there. അവൾ വഴിയിൽ കണ്ട ആ മനുഷ്യനെ വിളിച്ചു, "സാർ, എന്നെ ഒന്ന് സഹായിക്കാമോ? ഇവിടെ വല്ലാത്ത തണുപ്പാണ്. ഉറങ്ങുന്നതിന് വേണ്ടി ഒരിടം എനിക്കില്ല. താങ്കൾക്കറിയുന്ന ഏതെങ്കിലും ഒരു സ്ഥലം എനിക്കൊന്ന് പറഞ്ഞു തരാമോ?" അയാൾ മുന്നോട്ട് നടന്നു. തിരിഞ്ഞുപോലും നോക്കിയില്ല. അവൾ പറയുന്നതൊന്നും കേൾക്കാത്തതുപോലെ അയാൾ നടിച്ചു. അയാൾ ചൂളമടിച്ചുകൊണ്ട് ആ തെരുവ് മുറിച്ചു കടന്നു. അവിടെ നിൽക്കുന്നത് പോലും അലോസരമാണെന്ന് അയാൾ ചിന്തിച്ചു. വീടില്ലാതെ, ഉറങ്ങാൻ ഒരിടമില്ലാതെ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വഴിയെ നടന്നു പോകുന്ന ഒരാളോട് തനിക്ക് ഉറങ്ങാൻ ഒരിടം കാട്ടിത്തരുമോ എന്നാണ് അവൾ ചോദിച്ചത്. പക്ഷെ അയാൾ എന്താ ചെയ്തത്? അവളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനോ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാനോ തയ്യാറാവാതെ അയാളുടെ കാര്യം നോക്കി അയാൾ മുന്നോട്ട് നടന്നു. Oh, think twice, cause it's another day for you and me in paradise. Oh, think twice, cause it's another day for you and me in paradise. Think about it. 2 തവണ നമ്മൾ ചിന്തിക്കണം. നിങ്ങളും ഞാനും ഒക്കെ സ്വർഗത്തിലാണ്. ആ വരികൾ തന്നെയാണ് വീണ്ടും ആവർത്തിച്ചു വന്നിരിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തെ അപേക്ഷിച്ചു നോക്കുമ്പോൾ അത്രത്തോളം പ്രയാസമൊന്നും എല്ലാവർക്കും ഉണ്ടാവുകയില്ല. മറ്റുള്ളവരുടെ ജീവിതത്തെ അപേക്ഷിച്ച് വളരെ എളുപ്പമുള്ള ഒരു ജീവിതമായിരിക്കാം. ഉറങ്ങാൻ ഒരിടമുണ്ടാകും, കഴിക്കാൻ ആഹാരമുണ്ടാകും. അങ്ങനെയൊക്കെ സ്വർഗത്തിൽ ജീവിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം? ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കണം. അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കണം. 2 തവണ എന്ത് ചെയ്യുക? മുന്നോട്ട് നടന്നു പോകുമ്പോൾ ചിന്തിക്കുക, നമ്മളൊക്കെയും സ്വർഗത്തിലാണ്. ഞാനും നിങ്ങളും സ്വർഗത്തിലാണ്. എന്നാൽ ആ സ്വർഗത്തിലല്ലാത്ത, ഉറങ്ങാൻ ഒരിടമില്ലാത്ത, കഴിക്കാൻ ആഹാരമില്ലാത്ത ഒരുപാട് പേരുകൾ ഉണ്ട്. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരായ ദരിദ്രരായ മനുഷ്യരുണ്ട്. She calls out to the man on the street. He can see she has been crying. She has got blisters on the soles of her feet. She can't walk, but she is trying. അവൾ വീണ്ടും അയാളെ വിളിച്ചു. അവൻ അവളെ കണ്ടു. അവൾ എന്താണ്? കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവളുടെ കാലുകളിൽ പുണ്ണുകളുണ്ട്, മുറിവുകളുണ്ട്. അവൾക്ക് അതും വെച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് അലഞ്ഞു, ഒരുപാടിടങ്ങളിൽ പോയി, ഉറങ്ങുന്നതിനു വേണ്ടി ഒരിടം അന്വേഷിച്ച് അലഞ്ഞതിന്റെ ഫലമായി കാലുകൾ മുറിഞ്ഞു, കാലുകൾ പഴുത്തു. പക്ഷെ എന്നിട്ടും അവൾക്ക് ആ യാത്ര അവസാനിപ്പിക്കാറായിട്ടില്ല. ഉറങ്ങാൻ ഒരു നല്ല ഇടം തേടി അവളുടെ യാത്രകൾ തുടരുകയാണ്. അവൾക്കിപ്പോൾ നടക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ അവൾ ഇപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Oh, think twice, cause it's another day for you and me in paradise. Oh, think twice, it's just another day for you and me in paradise. Just think about it. ഗായകൻ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളും ഞാനും ഒക്കെ പാരഡൈസിലാണ്, സ്വർഗത്തിലാണ്. നമ്മുടെ ജീവിതം അവരുടെ ജീവിതത്തെ അപേക്ഷിച്ച് വളരെ സുഖകരമാണ്. നമ്മൾക്ക് കിടക്കാൻ ഒരിടമുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്. അവരെക്കാൾ ഒരുപാട് നല്ല നിലയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? 2 തവണ ചിന്തിക്കുക. അവരുടെ അവസ്ഥയെപ്പറ്റി, അവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. Oh Lord, is there nothing more anybody can do? Oh Lord, there must be something you can say. You can tell from the lines on her face. You can see that she has been there, probably been moved on from every place.
because she didn't fit in there. ഗായകൻ ദൈവത്തോട് നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ. ദൈവമേ, അവൾക്ക് ഒന്നുമില്ല, ഒന്നുമില്ലാത്തവരായി ഒരുപാട് പേരുണ്ട്, അവർക്ക് എന്തെങ്കിലും നിനക്ക് നൽകിക്കൂടെ? അവർക്ക് കൊടുക്കാനായി എന്തെങ്കിലും ഉണ്ടാവുകയില്ലേ? ഒരുപാട് അലഞ്ഞതിന്റെ, ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ, കരഞ്ഞതിന്റെ ഫലമായി അവളുടെ മുഖമാകെ ചുക്കി ചുളിഞ്ഞു പോയിട്ടുണ്ട്. നീർത്തടങ്ങളിലെല്ലാം സങ്കടം തളം കെട്ടി കിടക്കുന്നു. അവൾക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ. അവൾ ഓരോ ഇടത്തും പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ആരും അവളെ സ്വീകരിച്ചില്ല. എല്ലാവരും അവളെ അവിടെ നിന്ന് അയച്ചു വിട്ടു. ആർക്കും അവളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒരുപാട് കാലമായി ഉണ്ടായ പ്രയാസത്തിന്റെ സൂചനയാണ് അവളുടെ മുഖത്തെ ആ വരകൾ സൂചിപ്പിക്കുന്നത്. എല്ലായിടത്തു നിന്നും അവളെ അടിച്ചിറക്കപ്പെട്ടു. അവൾക്ക് ഒരിടത്തും നിൽക്കാനായിട്ട് സാധിച്ചില്ല. ദൈവത്തോടുള്ള പ്രാർത്ഥനയും നാളെ ഒരു നന്മയുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമാണ് ഈ വരികളിൽ പറയുന്നത്. Oh, think twice, cause it's another day for you and me in paradise. Oh, think twice, it's just another day for you. You and me in paradise. Just think about it. It's just another day for you and me in paradise. It's just another day for you and me in paradise. Just think about it. ചിന്തിക്കൂ, നിങ്ങൾ ചിന്തിക്കൂ, വീണ്ടും വീണ്ടും ചിന്തിക്കൂ. എന്താ ചിന്തിക്കേണ്ടത്? നിങ്ങളും ഞാനും ഒക്കെ സ്വർഗത്തിലാണ്. മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ പറ്റി ചിന്തിക്കൂ. അവർക്ക് സഹായം വേണമെന്നുള്ളതിനെ പറ്റി ചിന്തിക്കൂ. സ്വർഗത്തിൽ വീണ്ടും ഒരു ദിവസം കൂടി കഴിയാൻ നമുക്ക് അവസരമുണ്ട്. പക്ഷെ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൂടി മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിന്തിച്ചിട്ടാണ്. അവർക്ക് സഹായം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവരാണ് ആവശ്യക്കാർ. അവർക്ക് ലഭിക്കാതെ പോയ ആ സൗഭാഗ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരല്പമെങ്കിലും അവർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സോങ് അവസാനിക്കുന്നത്.